മക്കളെ എന്തോ പറയാനാ, ഞങ്ങളുടെ പറമ്പെല്ലാം കിടക്കുന്നുണ്ട്. എങ്ങനെ കിടക്കുന്നെന്ന് നല്ല സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട്. നല്ല വൃത്തിക്കല്ലേ കിടക്കുന്നേ. അമ്മക്കിളിയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും അമ്മക്കിളിയോട് കൂട്ടുകൂടണം. ഇന്നത്തെ വിശേഷം എന്താന്ന് കാണണ്ടേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എൻ്റെ മക്കളെ ഇന്നത്തെ വിശേഷം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം ഞങ്ങൾക്ക് സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സൂര്യനുണ്ട്, പക്ഷെ വെയിലുകാലം വരാൻ തുടങ്ങി. അപ്പോൾ ഈ വെയിലുകാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മിനിറ്റ് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. ഈ പറമ്പ് കിടക്കുന്നത് കണ്ടോ, അതിപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഈ കമ്പും കോലും പെയിന്റ് പാട്ടയും എന്ന് വേണ്ട സകല സമൂലാദികളും ഇവിടെ ഉണ്ട്. അതെല്ലാം ഒന്ന് എടുത്ത് പറക്കി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മക്കളെ. എല്ലാം ഒന്ന് വൃത്തിയാക്കണം മക്കളെ. ഇതെല്ലാം ഈ കമ്പും കോലും എല്ലാം പറക്കി കളയണം. അപ്പം അതിനുള്ള പരിപാടിയാണ് ഞങ്ങളിപ്പം നോക്കുന്നത്. ഇതാണ് നമ്മുടെ മതിൽ. ഇവിടത്തെ സിമെന്റും കല്ലും ഒന്നും അല്ലല്ലോ, എല്ലാം പലകയിലുള്ളതാണല്ലോ മതിൽ. ഈ മതിലൊന്ന് അവിടെ ഒരു ശകല കുഴിഞ്ഞ് കിടക്കാൻ, അതെല്ലാം ഒന്ന് ലെവലാക്കി ആദ്യം അവിടെ ഒന്ന് സൈഡൊക്കെ ഒന്ന് നീറ്റാക്കണം. കാരണം എലി ഭയങ്കര ശല്യമാണെന്നേ ഇവിടെ. അപ്പോൾ അവിടെ എല്ലാം കുറച്ച് പലകൾ വെച്ച് അടിച്ച് ആ ഹോൾസ് ഉള്ളതെല്ലാം അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവിടോട്ട് കുറച്ച് കല്ലിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് നല്ല മണ്ണ് നമ്മളിനി ഇറക്കി വേണം അത് വൃത്തിയാക്കാൻ. അപ്പം അതിനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നോക്കുന്നത്. ആദ്യം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി ഈ കല്ലുകളെല്ലാം അതിനകത്ത് ഇടണം. ഓരോരു സൈഡാ ക്ലീൻ ചെയ്ത് വരുക. കുറേ പെയിൻറ്റ് പാട്ടകളും തടികളും പിന്നെ കമ്പും കോലും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇപ്പോൾ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വാളും പരിചയമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ, പലക മുറിക്കാൻ എല്ലാ സംഭവങ്ങളും നമുക്ക് വീട്ടിൽ വേണം. എന്നാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടി ഇതൊന്നും നമ്മൾ ആളെ വിളിക്കത്തില്ലല്ലോ, എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അങ്ങ് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഇറങ്ങി അത് പലകയൊക്കെ നീറ്റ് അടിച്ച് നല്ല മണ്ണിറക്കാൻ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും മോനും കൂടെ ഇറങ്ങി എന്നാൽ അവിടെ എല്ലാം കുറച്ച് പലകയൊക്കെ ഒന്ന് അടിച്ച്, പലക മുഴുവൻ ദ്രവിച്ചു പോയതാണെന്ന് വർഷങ്ങളായതല്ലേ. അപ്പോൾ ആ ദ്രവിച്ചു പോയതെല്ലാം ഒന്ന് മാറ്റി എന്താ മക്കളെ, എന്താ പലകയെല്ലാം വേറെ അടിച്ച് ഡ്രില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് പേടിക്കാൻ വേണ്ട, ഇളകി പോകുമെന്ന് പേടിക്കേണ്ട. മക്കളെ ഇവിടെ ഇടണമെങ്കിലേ മണ്ണ് കുറച്ചൊന്നും മണ്ണ് പോരാ. അപ്പോൾ ഒരു ലോറി മണ്ണ് ഇറക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള വളവും. എൻ്റെ മക്കളെ ഒരു ലോറി മണ്ണ് കൊണ്ട് നിറക്കിയിരിക്കുന്നുണ്ട ചെടിക്കിടാൻ. ചെടിക്കെന്ന് പറഞ്ഞാൽ ഗാർഡൻ, ഇവിടെ ലോൺ ഇടുക എന്ന് പറയും. പുല്ലൊക്കെ വിടണമെങ്കിൽ ഈ മണ്ണ് വേണം. അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ പോയി കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോറി ഇറക്കിയിരിക്കുകയാണ്. ഇപ്പം ഇതിനി ചുമ്മി ഞങ്ങൾ അകത്ത് കൊണ്ടുപോയി ലോണിലും നമ്മുടെ ഗാർഡൻസിനകത്തും ഒക്കെ ഇടണം. അപ്പോൾ അത് വരയ്ക്കും ടാപ്പാളിൻ്റെ കവർ ചെയ്ത് വെക്കാൻ പോവാം. സൈഡ് മാത്രം ഒതുക്കി വിട്ടിട്ട് ബാക്കി എന്താ ഒരു ലോറി മണ്ണ്. അതാ മോനും ഞാനും കൂടെ ഇറങ്ങി മണ്ണ് വാരുന്ന പരിപാടിയാണ്. ഇപ്പോൾ വാരുന്നില്ല, കുറച്ച് മാത്രം വാരിയ. നടപ്പാത അവിടെ അങ്ങോട്ട് അകത്തോട്ട് കയറാനുള്ള നടപ്പാത ഇതായിപ്പോയി. അതുകൊണ്ട് അവിടെ മാത്രം ഒന്ന് ക്ലിയർ ചെയ്യുക. ഇപ്പോഴത്തെ സൈഡും മറ്റുള്ളവട്ട് അവരുടെ ഇതാണല്ലോ, അവിടോട്ട് പോകാതിരിക്കാനുള്ള കവർ ചെയ്ത് നീറ്റായി ഇട്ടിട്ട് പോകുക. പിന്നെ സമയമുള്ളപ്പം കുറച്ചെടുത്ത് അകത്തോട്ട് ഇടാൻ മക്കളെ. അടുത്ത ലോഡ് വന്നിരിക്കുന്നത് കണ്ട എന്താണെന്നറിയാമോ, മഷ്റൂമിൻ്റെ മണ്ണ്. ഇവിടെ അത് ഭയങ്കര എല്ലാവരും വളമായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ എന്തൊക്കെയോ ഒരു മിക്സ് ചെയ്യും, ആട്ടിൻ ചാണകം പിന്നെ കുതിരച്ചാണകം എന്തൊക്കെയാണ് ഇട്ടിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ലോറി വന്നു. അപ്പോൾ ഈ നടപ്പാത മാത്രം ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ ബാക്കി ഞങ്ങൾ ടാർപ്പാളിനിട്ട് കവർ ചെയ്യാൻ പോയി. മണ്ണ് രണ്ടും അത് വളം, ഇത് മണ്ണ്. വണ്ടിയിലുള്ളതെല്ലാം പുള്ളിക്കാരെ അവർ തൂത്തുവാരി നിലത്തോട്ടിടുന്നു. ഇതെല്ലാം ഇനി ചുമ്മിക്കൊണ്ടെന്ന് അകത്തിടണം. അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ മക്കളെ. ഇതാണെന്ന് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം.